സിക്സ്ത് പോയിൻ്റാണ് വെർസറ്റൈൽ. ഗാമിഫിക്കേഷൻ ഈസ് versatile since by using it, most learning needs can be fulfilled, including product sales, customer support, soft skill, awareness creation, etc., resulting in a performance gain for organization. ഗാമിഫിക്കേഷൻ വൈവിധ്യമാർന്നതാണ്, കാരണം ഇത് ഉപയോഗിക്കുന്നതിലൂടെ ഉൽപ്പന്ന വിൽപ്പന, ഉപഭോക്തൃ പിന്തുണ, സോഫ്റ്റ് സ്കിൽസ്, അവബോധം എന്നിവ ഉൾപ്പെടെ മിക്ക പഠന ആവശ്യങ്ങളും നിറവേറ്റാനാകും. സൃഷ്ടിക്കുക മുതലായവ ഓർഗനൈസേഷനുകൾ പ്രകടന നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. ഏഴാമത്തെ പോയിൻ്റാണ് ഇൻക്രീസ് ഇൻ റീകോൾ ആൻഡ് റീടെൻഷൻ. A good gamification strategy with high level of engagement will lead to an increase in recall and retention. Gamification in learning provides an effective informal learning environment and help learn practice real life situation and challenges in a safe environment. ഉയർന്ന അളവിലുള്ള ഇടപഴകലുള്ള ഒരു നല്ല ഗാമിഫിക്കേഷൻ തന്ത്രം തിരിച്ചു വിളിക്കുന്നതിലും നിലനിർത്തുന്നതിലും വർധനവിന് കാരണമാകും. ഈ ലേണിംഗിലെ ഗാമിഫിക്കേഷൻ ഫലപ്രദവും അഭിചാരികവുമായ പഠന അന്തരീക്ഷം നൽകുന്നു, ഒപ്പം സഹായിക്കുന്നു. പഠിതാക്കൾ സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളിൽ വെല്ലുകളും പരിശീലിക്കുന്നു. എട്ടാമത്തെ പോയിന്റ് ഗാമിഫിക്കേഷൻ മോട്ടിവേറ്റ്സ് എവരി വൺ. നയൻത്ത് പോയിന്റ് ഗാമിഫിക്കേഷൻ നോട്ട് ഓൺലി പ്രൊവൈഡ്സ് എംപ്ലോയി വിത്ത് ഇമ്മീഡിയറ്റ് പെർഫോമൻസ് ഫീഡ്ബാക്ക്. അതായത് ജീവനക്കാർക്ക് ഉടനടി പ്രകടന ഫീഡ്ബാക്ക് നൽകുന്നു. പത്താമത്തെ പോയിൻ്റാണ് ഗാമിഫിക്കേഷൻ ക്യാൻ ബി ഇൻ്റഗ്രേറ്റഡ് വിത്ത് ഓൺ ദ ജോബ് ട്രെയിനിങ് ദാറ്റ് ഈസ് അവൈലബിൾ ടു എംപ്ലോയീസ് ഡ്യൂറിങ് ക്വിറ്റ് ടൈം or when their performance is below par as a way to earn point. 11th പോയിൻ്റാണ് ഇറ്റ് ഗീവ്സ് മാനേജേഴ്സ് അക്യുറേറ്റ് ആൻഡ് അൺബേസ്ഡ് ഇൻഫർമേഷൻ അബൌട്ട് ഓൾ എംപ്ലോയീസ്. 12th പോയിന്റ് ഗാമിഫിക്കേഷൻ ഓൾസോ ഇൻക്രീസ് നെറ്റ്വർക്ക്. ഈ പോയിന്റിൽ പറയുന്നത് ഗാമിഫിക്കേഷൻ്റെ ടീം വർക്ക് വർദ്ധിപ്പിക്കുന്നതാണ്. അടുത്തെടുക്കുന്നത് ഡിസഡ്വാൻറ്റേജ് ആണ്. ദർ ആർ ഓൾസോ സം ഡ്രോബാക്സ് ഓഫ് യൂസിങ് ഗാമിഫിക്കേഷൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി എംപ്ലോയ്ഡ്. ഫസ്റ്റത്തെ പോയിന്റ് ദ മോട്ടിവേഷൻ മേ ഓൺലി ബി എ superficial one. The motivation is contained within the game and not to the product which it supposedly supports. ഇതിൽ പ്രചോദനം ഉള്ളിൽ അടങ്ങിയിരിക്കുന്നു, ഗെയിമിനെ പിന്തുണയ്ക്കുന്നില്ല, അത് ഉള്ളിൽ തന്നെ മാത്രം അടങ്ങിയിരിക്കുകയാണ്. രണ്ടാമത്തെ പോയിന്റ് ബൈ മേക്കിംഗ് പ്ലേ മാൻഡറ്ററി ഗാമിഫിക്കേഷൻ മൈറ്റ് ക്രിയേറ്റ് റൂൾ ബേസ്ഡ് എക്സ്പീരിയൻസ് ദാറ്റ് ഫീൽ ജസ്റ്റ് ലൈക്ക് സ്കൂൾ. പ്ലേ നിർബന്ധമാക്കുന്നതിലൂടെ ഗാമിഫിക്കേഷൻ റൂൾ അധിഷ്ഠിത അനുഭവങ്ങൾ സൃഷ്ടിക്കാം, അത് സ്കൂളിനെ പോലും അനുഭവപ്പെടും. അതായത് ഇത് നിർബന്ധിതമാക്കുന്നതോടെ അത് സ്കൂളിനെയും ബാധിക്കും. മൂന്നാമത്തെ പോയിന്റ് ലൈക്ക് എനിത്തിങ് ഓവർ ഡസ് ഓഫ് ഗാമിഫിക്കേഷൻ മേ ഡിഫീറ്റ് ദ പർപ്പസ് ഓഫ് ദ exercise. Employees' spirit may fall behind if they tasked with playing a game too often or for too long. Fourth point, another reason is that gamification removes a lot of the essence of a game. It's become almost a cut and paste methodology and lack a lot of originality. മറ്റൊരു കാരണം ഗാമിഫിക്കേഷൻ ഒരു ഗെയിമിൻ്റെ സാരാംശം നീക്കം ചെയ്യുന്നു എന്നതാണ്. ഏതാണ്ട് ഒരു കട്ട് ആൻഡ് പേസ്റ്റ് രീതി ശാസ്ത്രമായി മാറിയതിനാൽ വളരെയധികം ഒറിജിനാലിറ്റി ഇല്ല. ഫിഫ്ത്ത് പോയിന്റ് എംപ്ലോയീസ് മേ നോട്ട് take the game seriously. In those situations, it is no longer entertaining or competitive but rather corrective. എംപ്ലോയി ഗെയിമിനെ ഗൗരവമായി കാണാനിടയില്ല. അത്തരം സാഹചര്യങ്ങളിൽ അത് മേലിൽ ഇല്ലാത്ത വിനോദമോ മത്സരമോ എന്നാൽ നിർബന്ധമായിരിക്കും. സിക്സ്ത് പോയിന്റ് ദ എഫേർട്ട് ആൻഡ് നോട്ട് mastery should be rewarded and the learners should learn to see failure as an opportunity instead of becoming unmotivated or fearful. Seventh point, organizations that attempt to use gamification as a means of manipulation and exploiting employees will ultimately fail with those efforts. Eighth point, designing a gamified experience that truly engages employees require a deep understanding of employee goals, but many managers are simply blind to employee goals or choose to focus on their own goals. ജീവനക്കാരെ യഥാർത്ഥത്തിൽ ഇടപഴകുന്ന ഒരു ഗാമിഫൈഡ് അനുഭവം രൂപകൽപ്പന ചെയ്യുന്നതിന് ജീവനക്കാരുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ ആവശ്യമാണ്. എന്നാൽ പല മാനേജർമാരും ജീവനക്കാരുടെ ലക്ഷ്യങ്ങളിൽ അന്ധരാണ്, അല്ലെങ്കിൽ സ്വന്തം ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തിരഞ്ഞെടുക്കുക. നയൻത്ത് പോയിന്റ് ഗാമിഫിക്കേഷൻ ഈസ് നോട്ട് യൂസ്ഫുൾ ഫോർ മേക്കിംഗ് പീപ്പിൾ വർക്ക് ഹാർഡർ ബട്ട് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു എൻകറേജ് പീപ്പിൾ ടു വർക്ക് ബെറ്റർ. ആളുകളെ കഠിനാധ്വാനം ചെയ്യുന്നതിന് ഗാമിഫിക്കേഷൻ ഉപയോഗപ്രദമല്ല, പക്ഷേ ഇത് ഉപയോഗിക്കാം മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ ആളുകളെ
പ്രോത്സാഹിപ്പിക്കുക. ഇത്രയാണ് ഗാമിഫിക്കേഷൻ എന്ന ടോപ്പിക്കിൽ പറയുന്നത്. താങ്ക് യു.